ഹലോ, കോഴിക്കോട് നിന്നും കൊല്ലം ജില്ലയിലേക്കുള്ള ഒരു വൺ ഡേ ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ എത്തിയ നമ്മൾ ആദ്യത്തെ സ്പോട്ടായിട്ട് പോകാൻ പോകുന്നത് കാട്ടിൽ മേക്കതിൽ ദേവി അമ്പലത്തിലാണ്. ഇവിടെ വന്നു പോകുന്ന ഭക്തജനങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിലും അതേപോലെ തന്നെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്ന നിലയ്ക്കും ഈ അമ്പലം പ്രശസ്തമാണ്. ഈ ഒരു അമ്പലത്തിന്റെ ഭൂരിഭാഗം വരുന്ന പരിസര പ്രദേശങ്ങളും കടലും കായലും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പ്രത്യേക ഭംഗി നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. വഴിയൊക്കെ കുറച്ച് മോശമാണ്. മെയിൻ ഈ അമ്പലത്തിലേക്ക് എത്താൻ നമ്മൾ ആശ്രയിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് കടത്താണ്. കടത്ത് സർവീസ് കിട്ടുന്ന അവിടം വരെ വാഹനം, വണ്ടിയും ഓട്ടോയും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് ഇവിടത്തേക്ക് വന്നത്. ഇഷ്ടകാര്യ ലബ്ധിക്കായി, അതായത് നമ്മൾ മനസ്സിലൊരു ആഗ്രഹം വിചാരിച്ചിട്ട് അത് സാധിക്കാനായി ഈ അമ്പലത്തിലെ ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിന് തൊട്ടടുത്തുള്ള ആൽമരത്തില് മണി കെട്ടുന്ന, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാവാനുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ തൊട്ടിലൊക്കെ കെട്ടുന്ന ഒരു അമ്പലമാണ്. അതിന് പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണിത്. ആഗ്രഹം സാധ്യത്തിനായി നമ്മൾ ഒന്നിലധികം തവണ മണികൾ കെട്ടാമെന്ന് നേർച്ച നേർന്നിട്ട് വന്ന് കെട്ടുന്ന ആളുകളുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ വർഷങ്ങളായിട്ട് ഭക്തർ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്ന മണികളൊന്നും ആരും കൈകൊണ്ട് അഴിച്ചു മാറ്റുന്നില്ല. ആ മണികളുടെ ഭാരം താങ്ങാനാവാതെ ഏതെങ്കിലും ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുകയാണെങ്കിൽ മാത്രമേ അത് അവരവിടെ നിന്ന് എടുത്തു മാറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായി ഭക്തരെല്ലാം ഓരോ ആഗ്രഹങ്ങൾ വിചാരിച്ച് കെട്ടിയിരിക്കുന്ന മണികളൊക്കെ തിങ്ങി നിറഞ്ഞ് ആ പേരാല് കാണുന്നത് തന്നെ നമുക്കൊരു അത്ഭുതം ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ വന്ന ആളുകൾ എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾക്കായി നമ്മൾ തന്നെ പ്രയത്നിക്കുന്നത് കൊണ്ട് ആരും തന്നെ മണിയൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചു പേരൊക്കെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. ബാക്കിയുള്ളവരൊക്കെ ചുറ്റുമുള്ള കടലിന്റെയും അതുപോലെ തന്നെ ഈ പേരാലിന്റെയും ഒക്കെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ നിന്നു. ശരിക്കും പറഞ്ഞാൽ തലേന്ന് രാത്രി കോഴിക്കോട് നിന്ന് ഫുഡ് കഴിച്ചിട്ട് കയറിയതാണ് നമ്മളെല്ലാവരും. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു രാവിലെ ചായ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ രാവിലെ ഏർലി മോർണിംഗ് അമ്പലത്തിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം എന്നുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങുമ്പോഴാണ് അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അന്നദാന പന്തൽ കണ്ടത്. അപ്പൊ നോക്കുമ്പോൾ അവിടെ എല്ലാ ദിവസവും ആളുകൾക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട്. അവിടെ വരുന്ന ഭക്തർക്ക് നിരവധി ആളുകളാണ് മറ്റ് ജില്ലകളിൽ നിന്നും ഒരുപാട് ദൂര സ്ഥലത്തു നിന്നൊക്കെ ഈ അമ്പലത്തിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും അന്നദാനം ഉണ്ട്. നമ്മൾക്ക് അവിടുന്ന് കഞ്ഞിയും പയറുമാണ് കൊടുക്കുന്നത്. നമുക്കത് കഴിക്കാം. പിന്നെ അന്നദാന ഫണ്ടിലേക്ക് നമുക്ക് വേണമെങ്കിൽ നേർച്ചയൊക്കെ കൊടുത്തിട്ട് പോകാം. അപ്പൊ പിന്നെ നമ്മൾ എല്ലാവരും ഒന്നും നോക്കില്ല, നേരെ പോയി ഓരോ പ്ലേറ്റും സ്പൂണൊക്കെ എടുത്ത് കഴുകിയിട്ട് എല്ലാവരും കുറച്ച് കഞ്ഞിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നല്ലോണം വിശന്നിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ യാത്രയിലെ രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിലുള്ള ഒരുപാട് കനാലുകളും ചെറിയ ചെറിയ തോടുകളും വേർതിരിക്കുന്ന 8 അതിലധികമോ വരുന്ന ചെറിയ ചെറിയ തുരുത്തുകൾ ചേർന്നിട്ടുള്ള മൺറോ തുരുത്താണ്. തെങ്ങിൻ തോപ്പുകളും മത്സ്യകൃഷിയൊക്കെ ആസ്വദിച്ച് ചെറു കനാലുകളിലൂടെയും അഷ്ടമുടി കായലിലൂടെയുള്ള തോണി യാത്രയും കണ്ടൽക്കാടുകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടുള്ള ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും പറയാനുള്ളത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ നിങ്ങളൊന്ന് വന്ന് കാണണമെന്നാണ്. ഇവിടെ എത്തി ഈ തോണി യാത്രയൊക്കെ കണ്ടതിനും അനുഭവിച്ചതിനും ശേഷം ഞങ്ങൾക്കും മറുത്തൊന്നും പറയാനില്ല. ജീവിതത്തിൽ എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട കേരളത്തിനകത്തെ ഒരു സ്വർഗമാണ്, ഒരു കൊച്ചു സ്വർഗമാണിത്. ഏകദേശം 1000 രൂപ ഒരു മണിക്കൂറത്തേക്ക് എന്ന നിരക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പല റേഞ്ചിലുള്ള തോണി സഞ്ചാരം ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ട്രെയിൻ മാർഗം റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് മാർഗമോ നമ്മൾ റോഡിലൂടെ ഈ മൺറോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരുപാട് തോണികൾ നമുക്ക് അവൈലബിൾ ആണ്. വഞ്ചിയിൽ നമ്മളെ ഇവിടെ അഷ്ടമുടിക്കായലും കണ്ടൽക്കാടുകളൊക്കെ ചുറ്റിക്കാണിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. ഇനി ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പലവരും ചെറിയ ചെറിയ ഏതെങ്കിലും ഹോം സ്റ്റേയുടെ ഒക്കെ ഭാഗമായിട്ട് സർവീസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ഇവരുടെയൊക്കെ തോണികളിൽ നിന്നോ അല്ലെങ്കിൽ ഹോം സ്റ്റേ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് അവൈലബിൾ ആണ് ബോട്ട് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്തിട്ട് നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് പ്രീ ബുക്ക് ചെയ്തിട്ട് വരാം. ഇനിയിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് തോണി സഞ്ചാരം നമുക്ക് അവൈലബിൾ ആണ്. കാരണം ഇവിടെയുള്ള ആളുകളുടെയൊക്കെ മെയിൻ ഉപജീവന മാർഗവും ഇതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ തോണി യാത്രയും സ്റ്റാർട്ട് ചെയ്യുന്നത് മിക്കവാറും ചെറിയ കനാലുകളിൽ നിന്നായിരിക്കും. കനാലുകളിൽ നിന്ന് മറ്റൊരു കനാലിലേക്കോ അല്ലെങ്കിൽ കായലിലേക്കൊക്കെ ഡൈവേർഷൻ വരുന്നത് എല്ലാം ഓരോ പാലത്തിന്റെ അടിയിലൂടെയൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മളിത് പോകുന്നത് തോണിയിലൂടെ. പാലങ്ങൾക്കെല്ലാം അത്യാവശ്യം ഹൈറ്റ് കുറവായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ജലനിരപ്പിൽ നിന്നും പാലത്തിന്റെ ഹൈറ്റ് നല്ല കുറവായിരിക്കും. അപ്പൊ പാലങ്ങൾ എത്തുന്ന സമയത്ത് നമുക്ക് നല്ലോണം കുനിഞ്ഞിരിക്കേണ്ടി വരും. നമ്മുടെ ബോട്ട് യാത്രയൊക്കെ വൈൻഡപ്പ് ചെയ്യാനായപ്പോ തന്നെ ഏകദേശം സമയം 2 മണിയോട് അടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ തോണി കരക്കടിപ്പിക്കുന്നതിന് മുന്നേ തന്നെ തോണിയിലുള്ള ചേട്ടൻ അവിടെ അടുത്തൊരു ഷാപ്പിലെ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞതുകൊണ്ട് പുള്ളി അവിടെ വിളിച്ചു പറഞ്ഞു. ഊണും പിന്നെ അതുപോലെ തന്നെ കപ്പയും കുറച്ച് പൊറോട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവർ വേഗം പിന്നെ കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. പിന്നെ ഷാപ്പിലെ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ 1-2 പേരൊക്കെ കള്ളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം നമ്മൾ ഈ മലബാർ സൈഡിലേക്കുള്ള ഷാപ്പുകൾ അവിടുത്തെ ടേസ്റ്റും അവിടുത്തെ കള്ളും ഒക്കെ നമ്മൾ നിരന്തരം കഴിക്കുന്നതും ടേസ്റ്റ് ഒക്കെ അറിയുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു മൺട്രോയിലുള്ള ഷാപ്പിലെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങ് നമുക്ക് രസകരമായി തോന്നിയില്ല. പക്ഷെ നമ്മൾ നല്ലോണം വിശന്നിരുന്നത് കൊണ്ടും നമ്മൾ വെയിലത്തൊക്കെ തോണി യാത്രയൊക്കെ കഴിഞ്ഞ് വന്നത് കൊണ്ടും എല്ലാവരും വേഗം, പിന്നെ നമുക്ക് ടൈമും കുറവായിരുന്നത് കൊണ്ട് എല്ലാവരും അത്യാവശ്യം വേഗം ഫിനിഷ് ചെയ്ത് വിശപ്പൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ പോകുന്നത് അവിടുന്ന്. കൊല്ലം യാത്ര നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മെയിൻ സ്പോട്ടായിട്ട് നമ്മൾ പിക്ക് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ജഡായു എർത്ത് സെന്റർ. പക്ഷെ നമുക്ക് ഏറ്റവും ലാസ്റ്റിലാണ് അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയത്. മറ്റു സ്പോട്ടുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും ജഡായു എർത്ത് സെന്ററിലെ എൻട്രി ടൈം ഏകദേശം കഴിയാനാവുന്നുണ്ടായിരുന്നു. ഇതൊരു പ്രൈവറ്റ് ഏജൻസി നടത്തുന്ന സ്ഥാപനം ആയതുകൊണ്ട് തന്നെ കേരളത്തില് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഹൈടെക് രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു
ടൂറിസ്റ്റ് സ്പോട്ടാണ് ജഡായു എർത്ത് സെന്റർ എന്ന് പറയുന്നത്. അവിടുത്തെ കേബിൾ കാറുകളാണെങ്കിലും വിദേശ രാജ്യങ്ങളിലുള്ള ഫെസിലിറ്റിയോട് കിടപിടിക്കുന്ന തരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കേബിൾ കാർ സർവീസും ടിക്കറ്റ് കൗണ്ടറും വെയിറ്റിംഗ് ഏരിയയും ശുചിമുറികളും മറ്റെല്ലാ സൗകര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള ഫെസിലിറ്റീസിനോട് കിടപിടിക്കത്തക്ക രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ജഡായു എർത്ത് സെന്ററിന്റെ കവാടം കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുന്ന നമ്മൾ കാണുന്ന കാഴ്ചകൾ ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലാണ്. നമ്മൾ വിചാരിക്കും നമ്മളൊരു എയർപോർട്ടിന്റെ ലോഞ്ചിലേക്കാണോ കയറി വന്നിരിക്കുന്നതെന്ന് പോലും. ആ തരത്തിലുള്ള ഫെസിലിറ്റീസ് ആണ് അവരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടുത്തെ ഒരു ടിക്കറ്റ് ചാർജ് എന്തായാലും കൂടുതലാണ്. 250 ആണ് നമ്മൾ അവിടത്തേക്ക് നടന്ന് കയറി കാണുന്നതിന് വരുന്ന ചാർജ്. പിന്നെ നമ്മൾ കേബിൾ കാർ സർവീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 250ക്ക് മേളിൽ ഒരാൾക്ക് വരുന്നുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ. വൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ അതൊരു 169 എന്തോ ആണ്, പ്ലസ് GST ആണ് വരുന്നത്. കൊല്ലത്ത് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങേയറ്റം മുതൽ കൊല്ലത്തിന്റെ ഇങ്ങേയറ്റം വരെ നമുക്ക് ഈ 3 സ്പോട്ടുകളൊക്കെ ഒരു ദിവസത്തിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതും നമ്മൾ ഭയങ്കരമായിട്ട് ഓടി തീർക്കുകയാണ് ചെയ്തത്. അപ്പൊ കൊല്ലത്തേക്ക് ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ഈ ഒരു യാത്രാ വിവരണം ചെറിയൊരു ഉപകാരത്തിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.